മദ്യനയ കേസിൽ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചു. ഇഡിയുടെ മറുപടി നൽകിയ ശേഷം ഈ മാസം 29-ന് ഹർജിയിൽ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കും. അതിനിടെ മദ്യനയ അഴിമതി കേസിൽ സിബിഐയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് BRS നേതാവ് കെ കവിതയെ റോസ് അവന്യൂ കോടതി ഏപ്രിൽ 23 വരെ വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇഡിയുടെ മറുപടിക്ക് ശേഷം കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം കേൾക്കാമെന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. ഇഡിക്ക് നോട്ടീസ് അയച്ച് ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഹർജി വെള്ളിയാഴ്ച കേൾക്കണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഇഡിയുടെ അന്വേഷണ റിപ്പോർട്ടിലോ കുറ്റപത്രത്തിലോ കെജ്രിവാളിന്റെ പേര് ആദ്യം മുതൽ ഉണ്ടായിരുന്നില്ലെന്നും അസാധാരണമായ രീതിയാണ് നടക്കുന്നതെന്നും മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള ശ്രമമാണെന്നും കോടതിയുടെ മനസാക്ഷി ഞെട്ടിക്കുന്ന പല വസ്തുതകളും വെളിപ്പെടുത്താനുണ്ടെന്നും മനു അഭിഷേക് സിംഗ്വി കോടതിയെ അറിയിച്ചു. എന്നാൽ ഇഡിയുടെ മറുപടിക്ക് ശേഷം വിശദമായ വാദത്തിലേക്ക് കടക്കാമെന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസിനെ പറ്റി ബോധ്യമുണ്ടെന്ന പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. മാധ്യമങ്ങളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന പരാമർശവും കോടതി വാക്കാൽ നടത്തി. തുടർന്ന് 29-ന് കേസ് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. അതിനിടെ കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഡൽഹി റോസ് അവന്യൂ കോടതി ഈ മാസം 23 വരെ നീട്ടി. മദ്യനയ അഴിമതി കേസിൽ സിബിഐയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ BRS നേതാവ് കെ കവിതയെയും ഏപ്രിൽ 23 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.